ശ്രീരാമന്റെ വനവാസകാലത്ത് പഞ്ചവടിയിലെ പർണശാലയിൽ വെച്ചാണ് ഈ കഥ നടക്കുന്നത്. മനോഹരമായ ഒരു സ്വർണമാനിനെ കണ്ട സീത അതിനെ പിടിച്ചു തരണമെന്ന് രാമനോട് ആവശ്യപ്പെട്ടു. എന്നാൽ അത് രാവണന്റെ നിർദ്ദേശപ്രകാരം വേഷം മാറിവന്ന മാരീചൻ എന്ന രാക്ഷസനായിരുന്നു. മാരീചന്റെ കപടമായ നിലവിളി കേട്ട് രാമൻ അപകടത്തിലാണെന്ന് കരുതിയ സീത ലക്ഷ്മണനെ സഹായത്തിനയച്ചു. പോകുന്നതിനു മുൻപ് സീതയുടെ സുരക്ഷയ്ക്കായി ലക്ഷ്മണൻ വരച്ച സുരക്ഷാ വലയമാണ് ലക്ഷ്മണരേഖ. ലക്ഷ്മണരേഖ കടക്കാൻ കഴിയാത്ത രാവണൻ ഒരു സന്യാസിയുടെ വേഷത്തിൽ ഭിക്ഷ തേടി അവിടെയെത്തി. സന്യാസിയെ ആദരിക്കാനായി സീത രേഖയ്ക്ക് പുറത്തിറങ്ങിയ നിമിഷം രാവണൻ തന്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തി. അദ്ദേഹം ബലമായി സീതയെ തന്റെ പുഷ്പകവിമാനത്തിൽ കയറ്റി ലങ്കയിലേക്ക് കൊണ്ടുപോയി. ആകാശമാർഗെ പോകുന്ന രാവണനെ തടയാൻ വൃദ്ധനായ ജടായു എന്ന പക്ഷിശ്രേഷ്ഠൻ ജീവൻ പണയപ്പെടുത്തി പോരാടി. എന്നാൽ രാവണൻ ജടായുവിന്റെ ചിറകുകൾ അരിഞ്ഞു വീഴ്ത്തി. ഒരു ചെറിയ കാര്യം, നമ്മുടെ വീഡിയോ കാണുന്നവരിൽ 98% കൂടുതൽ ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും ഇങ്ങനെയുള്ള കഥകൾ വീണ്ടും ചെയ്യാൻ വലിയൊരു പ്രചോദനമാണ്. അതുകൊണ്ട് മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു കൂടെ കൂടുക. ശേഷം നമുക്ക് കഥയിലേക്ക് കടന്നാലോ. രാമന് വഴി മനസ്സിലാക്കാൻ സീത തന്റെ ആഭരണങ്ങൾ ഓരോന്നായി താഴേക്കെറിഞ്ഞു. ഒടുവിൽ രാവണൻ സീതയെ ലങ്കയിലെ അശോകവനത്തിൽ തടവിലാക്കി. തിരികെ വന്ന രാമനും ലക്ഷ്മണനും ശൂന്യമായ പർണശാല കണ്ട് തകരുകയും സീതയെ തേടിയുള്ള യാത്ര ആരംഭിക്കുകയും ചെയ്തു.